ഇത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുസ്ലിം ലീഗുകാരന്റെ കൈവെട്ടുമെന്ന വിവാദ പ്രസംഗവുമായി SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനെ തൊട്ടാൽ തൊടുന്ന മുസ്ലിം ലീഗുകാരുടെ കൈവെട്ടുമെന്ന പ്രസംഗം SNDP യോഗം മീനച്ചിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നിലാണ് പ്രസംഗം നടത്തിയത്. സുരേഷ് ഇട്ടിക്കുന്നേൽ പ്രസംഗം നടത്തി. എന്താ കാരണം? ഇത് ഈ കോലത്തിലേക്ക് എത്തിച്ചത് ശരിക്കും മുസ്ലിം ലീഗിൻ്റെ അന്തം വിട്ട മൂവാറ്റുപുഴയിലെയൊക്കെ ജില്ലാ കമ്മിറ്റി നേതൃത്വങ്ങളാണ്. സംഗതി പോലെ പിരിച്ചു വിട്ടല്ലോ എന്നാണ് പല കമൻറ്റിലും കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് പറഞ്ഞത്. പിരിച്ചു വിട്ടുകൊണ്ട് എന്താ കാര്യം? ഇവർക്ക് വടി കൊടുത്തില്ലേ? വെള്ളാപ്പള്ളിനൊന്നും തൊടാൻ പോയത് കേട്ടോ. തൊട്ടാൽ 7 വട്ടം കുളിച്ചേണ്ടി വരും എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. വെറുതെ കൈവെട്ടണിന് മുമ്പ് ആ പണി എടുക്കേണ്ടി വരും. നമ്മളിതൊക്കെ നിഷ്പക്ഷമായി നോക്കിക്കാണുമ്പോൾ നമുക്കൊക്കെ രാഷ്ട്രീയങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ കാരണം എന്താണ്? ഈ കോലത്തിൽ സുരേഷ് ഇട്ടിക്കുന്നേലൊക്കെ വന്നിട്ട് നടുറൂട്ടിൽ തടയണം, വെള്ളാപ്പള്ളിയെ തൊട്ടാൽ കൈവെട്ടുമെന്നുള്ള പറയുന്ന രീതിയിലൊക്കെ ഒരു കലാപപരമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇത്തരം വർത്തമാനങ്ങൾ, പ്രസംഗങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ശരിക്ക് വഴിമരുന്നിട്ടത് ലീഗല്ലേ? ഇവരെ മൈൻഡ് വെക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ചാടി കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് തുറന്നു പറയുമ്പോൾ താഴെ വന്നിങ്ങാണ്ട് തന്തക്കും തള്ളക്കും പിടിച്ചിട്ട് നിങ്ങളെ സംസ്കാരം കാട്ടിയിട്ട് കാര്യമില്ല. എന്താ ഈ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾ ചെന്ന് പെട്ടു കൊടുത്തു. VD സതീശ് മുഖ്യമന്ത്രി ആയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്ന നിങ്ങൾ ചെയ്ത പണി എന്താ? ലീഗ് നയിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ. ഇതന്നെയല്ലോ ഒരു കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ വഴിവെച്ച് കൊടുത്തിട്ട് പിന്നെ അവരെ നേതാക്കന്മാരെ നിങ്ങൾ നടുറൂട്ടിൽ തെറി വിളിച്ച് അവരെന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് നിങ്ങൾ അടിവരയിട്ട് എത്തിച്ചു കൊടുത്തു. ഇപ്പൊ അതിന്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി അവർ ശ്രമം തുടങ്ങിയിട്ട് എത്രയായി? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ പറയൽ തുടങ്ങിയിരിക്കണ്, ലീഗ് മറ്റേ വിദ്യാഭ്യാസം അങ്ങനെ ആക്കാൻ പാടില്ല, ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ പാടില്ല, ലീഗ് അങ്ങനെയാണ്, ലീഗ് ഇങ്ങനെയാണ്, ലീഗ് മറ്റേതാണ് എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി ഒരു ഭാഗത്ത്, ശശികല മറ്റൊരു ഭാഗത്ത്, സുകുമാരൻ നായർ വേറൊരു ഭാഗത്ത്. ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഇത് ലീഗുകാർ മാത്രമല്ല, എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ സ്വഭാവം എന്താണെന്നുള്ളത് കൃത്യമായി കേരളത്തിലെ സമൂഹത്തിന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും അതിലേക്ക് ചെവി കൊടുത്തില്ല. ഇങ്ങനെ അന്തം വിട്ടു പോയെന്നിങ്ങനെ നടക്കുന്നു. അതിലാണ് നിങ്ങളൊക്കെ പാടെ പോയി മൂവാറ്റുപുഴയിൽ പോയിട്ട് നല്ലൊരു മുദ്രാവാക്യം ലീഗിന്റെ ജില്ലാ നേതൃത്വങ്ങൾ. എന്താ ജില്ലാ നേതൃത്വം? പക്വമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ട അത്തരം നേതൃത്വങ്ങൾ പോയിട്ടാണ് ആ പണിയെടുത്തുകൊണ്ട് മൊത്തം എഴുതി കൂട്ടി ഒപ്പിട്ട് സീലടിച്ച് കജ്ജിലാണ് കൊടുത്തത്. ഇപ്പൊ ഈ കോലത്തിലായി. ഇപ്പൊ സതീശൻ വരെ വെട്ടിലായി. നിങ്ങൾ ആലോചിച്ച് നോക്കി. മുഖ്യമന്ത്രിയെ തീരുമാനമായിട്ടുള്ളൂ. അതേപോലെ തന്നെ ആഭ്യന്തരവും മറ്റു വകുപ്പുകളൊക്കെ തീരുമാനമാകാൻ വേണ്ടി കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം തീരുമാനമായി. ഈ കേരളത്തിൽ ഇനിയുള്ള 5 വർഷം ഭരിക്കുമ്പോൾ ഈ ഒരു പേരും പറഞ്ഞ് നിങ്ങളെ ഈ മുദ്രാവാക്യത്തിന്റെ അടിവരയിടലോട് കൂടി ആ ഒരു പേരും പറഞ്ഞ് ഈ ഭരണത്തെ എതിർക്കാനും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കാനും ഓൽക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടി. അത് കൊടുത്തത് മുസ്ലിം ലീഗാണ്. ഇതാണ് പറയുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അത് നിങ്ങളെ ആവേശ കമ്മിറ്റി ആയതാണ്. ഭരണം കണ്ട് കിട്ടിയോടുകൂടി നിങ്ങൾ എന്തൊക്കെയാണ് റോട്ടിൽ കാട്ടിക്കൂട്ടിയത്? സംസ്കാരം മുഴുവൻ വിട്ടു. KT ജലീലുമായി ബന്ധപ്പെട്ട് ആടിന്റെ തലയെടുത്ത് അത് വലിയ പ്രതിഷേധത്തിന് നിങ്ങൾ ഇരയായി. എന്നിട്ടും നിങ്ങൾ പഠിച്ചില്ല. നേരങ്ങൾ അധികാരത്തിന്റെ ഹുങ്കില് എന്തൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓരോ വീടുകൾക്ക് നേരെയുള്ള നിങ്ങളെ അക്രമങ്ങളെ കുറിച്ചാണ് പിന്നീട് കേരളത്തിൽ വാർത്ത വന്നത്. അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വന്നു. നാടിന്റെ തലയർത്ത വിഷയങ്ങളൊക്കെ സംസാരിച്ചു. പല പണ്ഡിതന്മാരും അതിനെതിരെ രംഗത്ത് വന്നു. ഇപ്പൊ ഇതാ വർഗീയ ധ്രുവീകരണത്തിന് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് അതിലേക്ക് അടിവരയിട്ട് നിങ്ങളത് കയ്യിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇതൊക്കെ നിങ്ങളെ ചെയ്തികളാണ്. യഥാർത്ഥത്തിൽ ആ മുദ്രാവാക്യമൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്ത വലിയൊരു ശതമാനം ഹൈന്ദവ സഹോദരങ്ങൾ ഉള്ള ആ ഒരു അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ഒരു മുദ്രാവാക്യോടെ വിളിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്ന, കഴുക കണ്ണുമായി തക്കം പാർത്തിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള ചെറിയൊരു ചിന്തയെങ്കിലും ഇവർക്ക് വേണ്ടേ? അപ്പൊ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവനെ ഓന്റെ വാപ്പാനെയും വാപ്പാന്റെ വാപ്പാനെയും ഒക്കെ വിളിക്കുന്ന അത്തരം എന്താ പറയാ, പിന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് നേരെ സ്വർഗത്തേക്കായതുകൊണ്ട് ഇതിന് വേറെ ഹിസാബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നെങ്കിൽ കോണിമ്മ കൂടെ കയറാം, അല്ലെങ്കിൽ ടിക്കറ്റ് വെച്ച് കയറാം. അത് രണ്ടും നിങ്ങൾക്ക് ഓഫറാണല്ലോ. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല. നേരെ മറിച്ച് നമുക്ക് നിങ്ങളെ തെറി വിളിച്ചാൽ നമുക്ക് അതിലൊരു ഹിസാബ് ഉണ്ടാവും, അതിന് നാളെ സമാധാനം പറയേണ്ടി വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ആരും നിങ്ങളെ സംസ്കാരത്തേക്ക് ഇറങ്ങാത്തതും ആ നിലക്ക് പ്രതികരിക്കാത്തതും.
ഏതായാലും ഇതിൻ്റെയൊക്കെ കാരണം, മൂലകാരണം ഒരു കാര്യവുമില്ലാതെ നല്ലൊരു വിജയത്തെ കൃത്യമായി പക്വമായി ആസ്വദിച്ച് ആഹ്ലാദിച്ചു പോകുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മുദ്രാവാക്യങ്ങളും നിങ്ങളുടെ നടപടികളും നിങ്ങളുടെ ചെയ്തികളും പല സംഭവങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ യാതൊരുവിധ മടിയുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചത് വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയത്തിൽ വളരെ അലസമായി മുന്നോട്ട് പോയ പരിണിത ഫലമാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ യാതൊരുവിധ മടിയില്ല.